ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മുട്ടുവേദന മാറാനായിട്ട് ഒരു ഹോം റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം എരിക്കിൻ്റെ ഇല വേദന മാറാൻ ഏറ്റവും ബെസ്റ്റാണെന്ന്. എരിക്കിൻ്റെ ഇല വെച്ച് മുട്ടിൻ്റെ വേദന മാറ്റിയെടുക്കാൻ പറ്റുക. എന്നാൽ പൂർണ്ണമായിട്ടല്ല, കുറേയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്ര വേദന ഇതിൽ നിന്ന് മാറിക്കിട്ടും. എൻ്റെ മമ്മിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു, നടക്കാൻ പോലും പറ്റിയല്ല. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുമ്പോൾ കുറേ വേദനയുടെ ഗുളിക കൊടുക്കും, കാൽസ്യത്തിൻ്റെ ഗുളിക കഴിക്കും. അത് കഴിക്കുമ്പോൾ കുറയും, അത് കഴിയുമ്പോൾ പിന്നെയും വേദന വരും. അപ്പോൾ ഇങ്ങനെ ഇവിടെ കർണാടകയിലൊക്കെ ചെയ്യുന്ന കണ്ട ഒരു മരുന്നാണ്. പക്ഷേ ഇത് നല്ലതാട്ടോ, നല്ലതായിട്ട് നമുക്ക് വേദനയൊക്കെ വരും. ഇപ്പം നടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കുക. കാലിൻ്റെ കണ്ണയ്ക്ക് വേദന, മുട്ടുവേദന ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാവേ. അപ്പം ഞാനിവിടെ ഒരു 3 എരിക്കിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ 3 or 4 എടുക്കാം. ഇല്ല, നിങ്ങൾക്ക് വേറെ എവിടുന്നേലൊക്കെ കൊണ്ടുവന്ന് എരിക്കിൻ്റെ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 എടുത്താലും മതി. ഇത് കണ്ട, ഇതുപോലെ ഒരു അകലമുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എരിക്കിൻ്റെ ഇലയെല്ലാം ഉണ്ടല്ലോ, ഇതുപോലെ നമ്മളിത് വെച്ച് കൊടുക്കണം. ഇപ്പം കണ്ട, വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഈ എരിക്കിൻ്റെ ഇല ഞാനിപ്പോൾ 3 ഇല എടുത്തിട്ടുണ്ട്. മമ്മിക്ക് നല്ല മുട്ടുവേദന ഉണ്ട്, അപ്പോൾ 2 കാലിൻ്റെ മുട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 3 ഇല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഇലയൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കട്ടെ. 2 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒരു 2 മിനിറ്റ്. ആ ഇലയൊക്കെ നന്നായിട്ട് ചൂടാകും. അതുപോലെ തന്നെ ആ വെള്ളത്തിലേക്ക് ആ ഇലയുടെ അംശങ്ങളൊക്കെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ 3 ഇലയും ഞാനൊന്ന് മറിച്ചിട്ടിട്ട് ഇത് മൂടി വെച്ച് ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം. 2 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. അധികം നേരം ഒന്നിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടി വന്ന് ഒരു 5 മിനിറ്റ്, ഒരു സൈഡ് 2 മിനിറ്റ്, മറ്റേ ഒരു സൈഡ് വെള്ളം തിളയ്ക്കാൻ 1 മിനിറ്റ് മതി. അപ്പത്തിനും ഇവിടെ കണ്ട നന്നായിട്ട് ഇതെല്ലാം തിളച്ചിട്ടുണ്ട്. ഇത് മൂടി ഇനി ഒരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കൊരു തോർത്ത്, ഒരു പഴയ തോർത്തോ ഒരു കോട്ടൻ്റെ തുണിയോ എടുത്തിട്ട് ഒരു കിഴി കെട്ടിയ പോലെ നമുക്കൊന്ന് ചൂട് പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ആൾറെഡി തുണിയൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ തുണിയൊക്കെ ഒന്ന് ഞാൻ ഒരു തോർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. തോർത്തെടുത്ത് ഇത് കിഴി പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഇലയുണ്ടല്ലോ, ഇനി ഇതിൽ നിന്ന് ഇല ഇങ്ങനെ എടുക്കണം. ചൂടോടുകൂടി വേണം ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണേ. ചൂട് ആറിപ്പോകാൻ പാടില്ല, വെള്ളത്തിന് നല്ല ചൂടുണ്ടാവണം. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇല എടുത്തിട്ട് ഈ വെള്ളം നമ്മൾ മൂടി തന്നെ വെക്കണം. തുറന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് ആറിപ്പോവും. അപ്പോൾ മൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി എന്നിട്ട് ഈ ഇലയിലേക്ക് നമുക്ക് ഏതെങ്കിലും വേദനയുടെ തൈലം, നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേദനയുടെ തൈലം ഉണ്ടെങ്കിൽ അത് പറ്റും. ഇല്ലെങ്കിൽ അങ്ങനത്തെ തൈലമോ വേദനയുടെ എണ്ണകളോ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തൂത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കാലിൻ്റെ ഇവിടെ മുട്ടിലിപ്പം നല്ല വേദനയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആ വേദനയുള്ള എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ തേച്ച ആ ഇല നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. നന്നായിട്ട് വേദനയുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ 2 ഇല ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ എണ്ണ തേച്ചിട്ട് വേണം ആ ഇല ഇങ്ങനെ വെക്കാനായിട്ട്. ഇല ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു തുണി ഇങ്ങനെ കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു തോർത്താണ് കിഴി പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഇല തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിന് നല്ലൊരു പച്ച കളറ് വരുവേ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം. എന്നിട്ട് ചൂടോടുകൂടി വേണം ചെയ്യാനായിട്ട്, ചൂടാറിപ്പോകാൻ പാടില്ല. ഈ വെള്ളത്തിന് ചൂടുണ്ട്, ഒത്തിരി ചൂടല്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. ഇതുപോലെ ഞാനിങ്ങനെ ഒരു തോർത്ത് ഇതുപോലെ കിഴി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ തോർത്ത് നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പോൾ ആ വെള്ളം കുറച്ച് തോർത്ത് ഇങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് ചെറിയ ചൂടുണ്ടല്ലോ, ചൂടോടുകൂടി നമ്മൾ ഇലയുടെ പൊക്കത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആ നല്ല വേദന ഉള്ളിടത്ത് ആദ്യം വെച്ച് നന്നായിട്ടൊന്ന് ചൂട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മാറ്റി അതിൻ്റെ ചുറ്റിനും ഇതുപോലെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചൂടാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്നുകൂടെ ആ തുണിയൊന്ന് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട്, വെള്ളം തീരെ ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചു കൊടുക്കാം. ഒരു 5 തൊട്ട് 6 മിനിറ്റ് ഇതുപോലെ മാറ്റി നമ്മൾ വേദനയുള്ള സ്ഥലത്തും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിലുമൊക്കെ ഇതുപോലെ ചൂടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം കാല് വേദനയുള്ളവർ ഇങ്ങനെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഇതുപോലെ ഇങ്ങനെ പിടിച്ച് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് ചൂട് ഇങ്ങനെ പിടിച്ചാൽ മതി. മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ മുട്ടുവേദന മാത്രമല്ല, നടുവേദന, കാലിൻ്റെ കണ്ണയ്ക്കൊക്കെ വേദന, ഉളുക്കിയൊക്കെ വേദനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.